ഹലോ, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ? സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് തെങ്ങിൻ തൈ വാങ്ങിക്കാനാട്ടോ. ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ വേറെ പുറത്തുനിന്നൊരു വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത്. നമ്മളെ വണ്ടി ഉണ്ട്, അതിൽ ചെറിയ വണ്ടി കാരണം കൊള്ളൂല തൈകളൊന്നും. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ കഞ്ഞിപ്പുരയ്ക്കാണ് ആദ്യം പോകുന്നത് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെ വലിയ തൈകളില്ല, എല്ലാം ചെറിയ തൈകളാണ്. അപ്പോൾ അത് വേനൽക്കാലത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ. വർഷക്കാലത്ത് കുറച്ച് വലിപ്പമുള്ള തൈ വേണം വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഞങ്ങളിവിടെ വന്നു കേട്ടോ. അപ്പോൾ അവരാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ മഴയാകുമ്പോൾ കുറച്ച് വലിപ്പമുള്ള തൈ വെക്കണം, ചെറുത് വെച്ചാൽ മഴയൊക്കെ ആകുമ്പോൾ ചീഞ്ഞ് പോകുമെന്ന് പറഞ്ഞു. ഇവിടെ ചെടിച്ചട്ടികളും വളവും എല്ലാം ഉണ്ട് കേട്ടോ. അവിടെ ഇല്ലാത്തൊരു തൈകളും ഇല്ലേ. അപ്പോൾ അവരെല്ലാതും കാണിച്ചു തരാണ് തൈകളൊക്കെ. അപ്പോൾ ഞങ്ങളത് പോയി നോക്കുകയാണ്. മോനും ഞാനും കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മറ്റുള്ള തൈകളൊക്കെ ഉണ്ട്. തെങ്ങിൻ തൈക്ക് മാത്രമേ കുറച്ചൊരു ഇതുള്ളൂ, ചെറുതായതുകൊണ്ട് കേട്ടോ. വലിയ തൈകളില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ തൈകളൊക്കെ ഉണ്ട്. അതാ അപ്പോൾ ഇവർ കാണിച്ചു തരുന്നതൊക്കെ തെങ്ങിൻ തൈകളാണ്. തെങ്ങിൻ തൈയും കഴുങ്ങിൻ തൈയൊക്കെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ അവരും പറഞ്ഞു ഇങ്ങനെ കുറച്ച് വലിപ്പമുള്ളത് വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇനി എന്താ ചെയ്യുക, ഇവിടെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ അവരോട് തന്നെ. അപ്പോൾ അവർ വേറെ ഉള്ളത് കാണിച്ചു തരണേ. അപ്പുറത്തുണ്ട്. അപ്പോൾ അതും തന്നെ അതുണ്ടോ, അത്ര വലിപ്പമില്ല. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ വന്ന് വെട്ടിച്ചിറയിലേക്കാണ് പിന്നെ കേട്ടോ അവർ പറഞ്ഞു തന്നിട്ട്. അപ്പോൾ അവിടെ വന്നപ്പോൾ തൈകളൊക്കെ ഉണ്ട്. കുറച്ച് വലിപ്പമുള്ള തെങ്ങിൻ തൈയും കഴുങ്ങിൻ തൈയും. അവിടെ ഇല്ലാത്ത മരങ്ങളൊന്നുമില്ല. തൈകളും ചെടികളും എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇവിടെ വന്ന് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് വലിപ്പമുള്ളതുണ്ട്, പല വിലയുടെ തൈകളും ഉണ്ട്. ഞങ്ങൾ ഒരെണ്ണത്തിന് 500 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ 6 തൈകളാണ് എടുത്തത് കേട്ടോ. 6 തെങ്ങിൻ തൈയും പിന്നെ അതുപോലെ തന്നെ 5 കഴുങ്ങിൻ തൈ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പ്ലാത്തയ്യും മൂച്ചിത്തൈയും വാങ്ങിച്ച് അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയിട്ട് വണ്ടിക്കാരനും മോനും കൂടെ ഇതൊക്കെ എടുത്ത് വയ്ക്കാനേ. അപ്പോൾ എല്ലാം അവർ തന്നെ കെട്ടിയൊക്കെ തന്നതാണ്. ഇതിൽ ഓട്ടോറിക്ഷയിലാകുമ്പോൾ അങ്ങനെ തൈകളൊക്കെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേഗം കെട്ടൊക്കെ അയക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ഇറക്കി വയ്ക്കുക കേട്ടോ. കെട്ടൊക്കെ അയച്ച് വെച്ചു. എന്താ കേടൊന്നും വന്നില്ല, കെട്ടിയതുകൊണ്ട് കുഴപ്പമൊന്നും വന്നില്ല. പിന്നെ അതുപോലെ തന്നെ അവർ ഞങ്ങൾക്ക് ഇത്രയും സാധനം എടുത്ത കാരണം 2 പാക്കറ്റ് എല്ലുപൊടി തന്നിട്ട്. അത് അവർ പൈസ ഒന്നും കൂട്ടിയിട്ടില്ല. പൈസ വേണ്ട, ഞങ്ങൾ സാധനം എടുത്തല്ലേ പറഞ്ഞിട്ട് തന്നതാണ്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വളം എടുത്തു കേട്ടോ. ഒരു ചാക്ക്, അത് മിക്സഡാണ്, എല്ലാതും കൂടി ചേർന്നിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇപ്പോൾ അതാ പണിക്കാരുണ്ട് കേട്ടോ. അവർ തന്നെയാണ് ആ തൈകളൊക്കെ അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നു കേട്ടോ. 2 ആൾ പണിക്കുണ്ട്. അവർ കുറേ ദിവസമായിട്ട് പണി തന്നെയാണ് ഇവിടെ. ഒന്നും ഇപ്പോൾ തൈ വെക്കാൻ വേണ്ടിയിട്ടുള്ള പണിയില്ല. അതാ കുഴി കൂത്തുന്നുണ്ട് ഒരാൾ, മറ്റേ ആളവിടെയൊക്കെ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ തൈകളും അവിടെ അവർ കുത്തുന്ന സ്ഥലത്ത് കൊണ്ട് വയ്ക്കുകയാണ്. വയ്ക്കാനുള്ളിടത്തേക്ക് കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ആളെ പണിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഒരാൾ കളക്കിനും ഒരാളവിടെ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ അവൾക്കുള്ള അതിൻ്റെ വളങ്ങളൊക്കെ അവർ തന്നെ പൊട്ടിച്ച്. അപ്പോൾ ഇവർ വയ്ക്കുന്നത് പ്ലാവിൻ്റെ തൈ കേട്ടോ. മറ്റൊരു തെങ്ങിൻ തൈ വയ്ക്കുമ്പോൾ ഇവർ പ്ലാവ് തൈയാണ് വയ്ക്കുന്നത്. പിന്നെ കഴുങ്ങിൻ തൈയൊക്കെ ഇനിയും വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെതാ ഇപ്പോൾ പിന്നെ അത് അപ്പുറത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 5-8 ദിവസമായി പണി തുടങ്ങിയിട്ട്. ഇപ്പം കഴിഞ്ഞിട്ടില്ല, ഇനി കുറച്ചും കൂടെ പണിയുണ്ട്. പിന്നെ വളമൊക്കെ കിട്ടിയിട്ട് വേണം ഒക്കെ ഇടാൻ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്